അനിശ്ചിതകാല രാപ്പകൽ സമരം 50-ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 12-ാം ദിവസത്തിലേക്കും കടക്കുമ്പോഴാണ് മുടിമുറിക്കലും തലമുണ്ടനം ചെയ്യലും. ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ധനമന്ത്രി സമാധാനം പറഞ്ഞു. സമരത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള തീരുമാനമെടുത്തില്ലെങ്കിൽ അടുത്ത സമരമുറ എന്താണെന്ന് പറയാനാവില്ലെന്ന് വ്യക്തമാക്കുന്നു ആശമാർ. മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തിരിക്കണം, ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല. റോഡ് ഉപരോധം വേറെ ഒന്നുമല്ല, സ്വന്തം ജീവൻ നശിപ്പിക്കും, അത്രയോ. ഞങ്ങൾ ഇനി ഇതിനപ്പുറം എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ സഹിക്കണം? ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പത്തനംതിട്ട വാര്യാപുരം ഇടവക വികാരി രാജു പി ജോർജും മുടിമുറിച്ചു. ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുടിമുറിക്കലിന്റെ ഭാഗമായി. വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്നായിരുന്നു സമരത്തോടുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ആശാവർക്കർമാരുടെ മറുപടി ഇങ്ങനെ: അതെ, ഞങ്ങൾ മൊത്തമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നില്ല. ഇത് ആശാവർക്കർമാരെന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും കൂടെ ആണല്ലോ. 60-40 അല്ലേ, അങ്ങനെ കൊടുക്കാം. മൊത്തം കൂടെ കേന്ദ്രത്തിലേക്ക് അയക്കുന്നില്ല, 40% ഇവിടെ കൂടെ കൊടുക്കാം. ഞങ്ങൾ ഒരു വിഷമിക്കണ്ട. സമരമുറകൾ പലതും മാറ്റി പരീക്ഷിക്കുമ്പോഴും പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആശമാരെ നിരാശരാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.